ശ്രീ വിജി തമ്പി, അങ്ങ് സുപ്രീം കോടതി ഇന്നെടുത്ത തീരുമാനങ്ങൾ സ്വാഭാവികമായും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. സംസ്ഥാന സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും ഒക്കെ എല്ലാ അർത്ഥത്തിലും പ്രതിരോധത്തിലാക്കുന്നൊരു തീരുമാനം തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കാരണം നമ്മുടെ സംസ്ഥാനത്തൊരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഏതാണ്ട് ആ സമയത്ത് തന്നെ ഈ കേസ് സുപ്രീം കോടതി തീർപ്പാക്കാൻ പോവുകയാണ്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് എന്തായാലും ഈ വിഷയത്തിൽ മാർച്ച് 14-നകം നിലപാട് അറിയിച്ചേ മതിയാകും. സ്വാമി ശരണം. ഇത് അയ്യപ്പസ്വാമിയുടെ അടുത്ത ഒരു തീരുമാനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഓരോ കാര്യങ്ങളായിട്ട് ഈ ഹൈന്ദവ വിരുദ്ധ അല്ലെങ്കിൽ ഈശ്വര വിരുദ്ധ സർക്കാരിനെതിരെ അയ്യപ്പസ്വാമി ഇറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഓരോ തെളിവുകളാണ് അയ്യപ്പസ്വാമിയുടെ ആചാരാനുഷ്ഠാനങ്ങളെ കാറ്റിപ്പറത്തിക്കൊണ്ട് നടത്തിയ ആഗോള അയ്യപ്പ സംഗമം, ആഗോള തട്ടിപ്പ് സംഗമത്തോടുകൂടിയാണ് ഓരോ വിഷയങ്ങളായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദ്വാരപാല ശില്പങ്ങളിൽ നിന്ന് സ്വർണം വരെ മുറിച്ചെടുത്തു എന്ന് വരെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ രീതിയിൽ വരുമ്പോൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് വലിയൊരു വിഷയമായി മാറാൻ പോവാണ്. കാര്യം ഈ യുവതീ പ്രവേശന വിഷയം വന്നപ്പോഴാണ് ഇവിടെ ഇത്രയും വലിയ പ്രശ്നം ഇവർക്കെതിരെ ഉണ്ടായതും പറഞ്ഞ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് കൃത്യമായൊരു തിരിച്ചടി കിട്ടിയതും. അത് അവർ തിരുത്താൻ വേണ്ടി പല സ്ഥലത്തും പല കുടുംബ സംഗമങ്ങളും ഗൃഹസമ്പർക്കമൊക്കെ നടത്തി ഇത് തിരുത്താൻ നോക്കി. ഇനിയിപ്പോ അവരെ സംബന്ധിച്ചോളം ഇതിപ്പോ അവർക്ക് വലിയൊരു വിഷയമായി മാറുകയാണ്. എന്താണ് സർക്കാരും ദേവസ്വം ബോർഡും സുപ്രീം കോടതി കൊടുക്കാൻ പോകുന്ന അഭിഷേപിച്ചെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. യുവതീ പ്രവേശനത്തിന് അനുകൂലിച്ചാണ് വരുന്നതെങ്കിൽ വീണ്ടും ഇത് കേരളത്തിൽ ഹൈന്ദവ ജനതയുടെ ഇടയിൽ, ഹൈന്ദവ സമാജത്തിനിടയിൽ വലിയൊരു വിഷയമായി ഇത് മാറും. പക്ഷേ ഇത് മാറ്റി കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് മറ്റ് പല ആൾക്കാരിൽ നിന്നും തിരിച്ചടി ഉണ്ടാവും. അപ്പൊ സർക്കാരിനെ സംബന്ധിച്ചോളം, ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചോളം ഇത് വളരെ വലിയൊരു പ്രതിസന്ധി ഘട്ടമായിട്ട് വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും എന്താണ് അവർ ചെയ്യുന്നതെന്ന് നമുക്ക് ഉറ്റു നോക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും സുപ്രീം കോടതി ഭാഗത്ത് നിന്നും അനുകൂലമായൊരു വിധി തന്നെയാണ് നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് ഈ കേരളത്തിലെ അല്ലെങ്കിൽ ശബരിമലയെ സംബന്ധിച്ചോളം ശബരിമലയുടെ പ്രത്യേകതയാണ് അവിടെ യുവതികൾക്ക് പ്രവേശനമില്ല എന്നുള്ളത്. മറ്റു ക്ഷേത്രങ്ങളും അതുമായിട്ട് കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓരോ ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വ്യത്യസ്തമാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ശബരിമലയെ സംബന്ധിച്ചോളം അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ് ഈ പറഞ്ഞ ഈ 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള യുവതികൾ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ അതിന് അനുകൂലമായൊരു വിധി തന്നെ ആയിരിക്കണം സുപ്രീം കോടതിയിൽ നിന്ന് വരിക എന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് നോക്കേണ്ടത് സർക്കാരും ദേവസ്വം ബോർഡും എന്താണ് അവർ കൊടുക്കാൻ പോകുന്ന അഫിഡവിറ്റ് എന്താണെന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്ത് രീതിയായാലും അവർക്ക് ദോഷമായി ഭവിക്കും. അത് യുവതീ പ്രവേശനത്തിന് അനുകൂലിച്ചുള്ള ഒരു അഫിഡവിറ്റ് ആണ് സർക്കാർ കൊടുക്കുന്നതെങ്കിൽ അത് വീണ്ടും കേരളത്തിലെ ഹൈന്ദവ സമാജത്തിനിടയിൽ വലിയ ഒരു പ്രതിഷേധത്തിനും വലിയൊരു എതിർപ്പിനും ഇടയായി തീർക്കും. അതല്ല അതിനെ പ്രതികൂലിച്ചുകൊണ്ടാണ് വരുന്നതെങ്കിൽ മറ്റു പല ആൾക്കാരുടെ ഇടയിൽ നിന്നും അവർക്ക് എതിർപ്പുണ്ടാവും. അപ്പൊ ഇത് വലിയൊരു അവരെ സംബന്ധിച്ചൊരു വാട്ടർ ലൂ തന്നെയാണ് ഇത്. അത് നമുക്ക് കാത്തിരുന്ന് കാണുകയെ നിവൃത്തിയുള്ളൂ. എന്തായാലും അസംബ്ലി ഇലക്ഷന് മുമ്പായിട്ട് തന്നെ ഇതിന്റെ ഒരു വിധി വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് എന്തായാലും നമ്മളെല്ലാം കാലങ്ങളായി കാത്തിരിക്കുന്നതാണ്. ഏകദേശം 2018 തൊട്ട് ഇപ്പൊ ഏകദേശം 8 വർഷമാകുന്നു. ഇത്രയും കാലം കാത്തിരിക്കുന്ന ഒരു വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിക്കാതിരിക്കുന്നത്. തൽക്കാലം നമുക്ക് കാത്തിരിക്കാനേ പറ്റുള്ളൂ. പിന്നെ എല്ലാം ഭഗവാന്റെ തീരുമാനം. ഭഗവാൻ തീരുമാനിക്കുന്ന എന്താണോ അത് നടക്കും. അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. സ്വാമി ശരണം. VHP സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പിയാണ് പ്രതികരിച്ചത്. ഹൈന്ദവ